എന്താ സർ? ലക്ഷ്മി ഇവിടെ ഉണ്ടോ? ഏത് ലക്ഷ്മി? മിസ്റ്റർ അനന്തന്റെ ഭാര്യ ഇവിടെ ഇല്ല. എന്താ സർ? അവരെ കാണാനില്ല. ദത്തൻ അവരെ കിഡ്നാപ്പ് ചെയ്തു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. സെർച്ച്. എന്താണെന്ന്? എന്താ? രാമുവേ, വിഷ്ണു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ബാലാമണി ഇത്? എനിക്കെങ്ങനെ അറിയാം? ദത്തനോട് ചോദിക്കണം. ദത്തനോടോ? ആ ലക്ഷ്മിയെ ദത്തൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത്രേ. അനന്തന്റെ പരാതിന്മേൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുക. ലക്ഷ്മിയോടെ? എനിക്കറിയില്ല. ദിസ് ഈസ് ഓൺലി എ ഫസ്റ്റ് എയ്ഡ്. നില വളരെ ഗുരുതരമാണ്. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. കാറ് വേണ്ട, ആംബുലൻസ് മതി. ആംബുലൻസ് വിളിക്കണോ? അതെ, വേണോ? പറയുന്നത് ക്രൂരതയാണ്. എന്നാലും അച്ഛനിന് ഉണർന്നാൽ കുഞ്ഞേ, പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണ്ടേ? ദത്തൻ എന്തിന്? പെണ്ണ് കേസാ, നാറിയത് പോരെ. ഇനി ഇതും പറഞ്ഞ് അവിടെ ചെന്ന അടിയും കൂടെ കിട്ടും. അതെ മക്കളെ, എന്റെ മരണത്തിന്റെ പേരിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത്. രാജലക്ഷ്മി.
ഐ എം സോറി. നിങ്ങൾക്ക് പോവാം. ജാമ്യത്തിലെടുക്കാൻ വന്നതാ. കുഞ്ഞ് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ടൊന്ന് വരണം. ഇല്ല. അങ്ങനെ പറയരുത്. അച്ഛന് തീരെ സുഖമില്ല. ആശുപത്രിയിലാക്കണമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാ. അവിടെ ആരും സമ്മതിക്കണില്ല. കുഞ്ഞ് വന്നേ പറ്റൂ. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. വാ. അച്ഛൻ ഇതുവരെ ഉണങ്ങില്ലല്ലോ. ഒന്ന് ഡോക്ടറെ വിളിക്കട്ടോ. എന്തിന്? ഉറങ്ങാൻ മരുന്ന് കുത്തിവെച്ചിരിക്കുകയല്ലേ? ഉറങ്ങട്ടെ. അങ്ങനെയുള്ള ഉറക്കാണെന്ന് തോന്നില്ല. വല്ലാത്തൊരു മയക്കം പോലെ. എനിക്കെന്തോ പേടിയാവുന്നു. ഡോക്ടറെ വിളിച്ചതും അങ്ങേരോട് സംസാരിച്ചതും ആണുങ്ങളല്ലേ? ഒരു വിവരവും ഇല്ലാത്തവരല്ലല്ലോ അവരെ. എങ്ങോട്ടാ? ലക്ഷ്മിയെ കൊലച്ചു കൊടുത്തോടെ ഒരു നാടകം കഴിഞ്ഞു. അടുത്ത അരങ്ങ് ഇവിടെ ആക്കാമെന്ന് വെച്ചാണോ പുറപ്പാട്? ഇതെന്റെ വീടാ. സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അച്ഛനെ കാണാനാണ് ഞാൻ വന്നത്. മാറി നിൽക്ക്. നീ കാരണമാണ് അച്ഛൻ നിലയിലായത്. മടങ്ങി പോകുന്നതാണ് നല്ലത്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ അച്ഛൻ ഉണരും. അച്ഛനെ കൂടി കൊലക്ക് കൊടുക്കാനാണോ നീ വന്നത്? 8 or 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ മനുഷ്യന്റെ മരണം ഇവൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ദാമോട്ട, മരണം കാത്തു കിടക്കുന്നത് നമ്മുടെ അച്ഛനാണ്. അനാവശ്യം പറഞ്ഞ് അടിച്ചതിന്റെ 14 വർഷമില്ലാത്ത സെന്റിമെന്റ്സ് ഇപ്പൊ എന്തിനാടാ? പണത്തിന് വേണ്ടിയല്ലേ? അല്ലേടാ? തടയരുത് തന്നെ. മൂപ്പ് കൂടെ നോക്കില്ല ഞാൻ. അച്ഛാ, അച്ഛാ. അച്ഛൻ എങ്ങനെയുണ്ട് മോനെ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഇനി പേടിക്കാനൊന്നുമില്ല. ഹി വിൽ ബി ഓൾ റൈറ്റ്. എനിവേ ഇറ്റ്സ് എ മിറാക്കിൾ. ആദ്യം എനിക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണാമോ ഡോക്ടർ? ഓ ഷുവർ. പിന്നെ എമോഷണലൊന്നും ആകരുത്. ഹി ഈസ് റിക്കവറിംഗ് ഓൺലി, നോട്ട് ക്യൂർ. ശരി ഡോക്ടർ. ഐ എം സോറി, റിയലി. ഓപ്പണിംഗ് ഡയലോഗ് പിഴച്ചു. രംഗത്തിന്റെ ലക്ഷ്യം പുനഃസംഗമല്ല, ഒരു അബ്രപ്റ്റ് എൻഡിംഗ് ആണ്.
മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. മണി ഓർഡറും ഡ്രാഫ്റ്റും ഗ്രീറ്റിംഗ് കാർഡും അയച്ചാൽ തീരുന്ന കടങ്ങളെ ബാക്കിയുള്ളൂ, തന്റെ തൊഴികെ. തിടുക്കത്തിൽ മറന്നു എന്ന് പറഞ്ഞ് കൊടുത്തയച്ചാൽ അത് ആണത്തമല്ല. അതുകൊണ്ട് നേരിട്ട് കണ്ട് തരാമെന്ന് കരുതി. ഒരു ഡ്യൂവലിന് ഒരുങ്ങി നാറണ്ട. ജീവിച്ചു പോകേണ്ടതല്ലേ ഈ നാട്ടിൽ ഇനിയും. മുതല് പോയിട്ട് പലിശ പോലും മുഴുവൻ മടക്കി തരാത്തത് പേടികൊണ്ടല്ല, ക്ഷമിക്കുന്നു, ലക്ഷ്മി ഓർത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു അബ്രപ്റ്റ് എൻഡിങ്. ഗുഡ് ബൈ. പൂർവീക സ്വത്തായി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഉപാസിച്ച സംഗീതം മാത്രമാണ്. അതിനിവിടെ അവകാശത്തർക്കമായി വരാൻ ആരുമില്ലെന്ന് എനിക്കറിയാം. എന്റെ ഓരോ ചില്ലിക്കാശിനും അവകാശി ഇനി നീ മാത്രമാണ്. ഇതാ. ജീവിതത്തിൽ ഒരിക്കലും പണം എന്നെ ആകർഷിച്ചിട്ടില്ല. എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ഈ മുദ്രക്കടലാസിൽ കുറിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിതെന്തിനാച്ചാ? പിന്നിതെല്ലാം ആർക്ക് കൊടുക്കും? എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുന്നോർക്കോ? അച്ഛനതെല്ലാം മറക്കണം. അവരച്ഛന്റെ മക്കളാണ്, എന്റെ സഹോദരങ്ങൾ. ഇതില്ലാതെ തന്നെ ഞാൻ ധനികനാണ് അച്ഛാ. എനിക്ക് സ്നേഹിക്കാൻ കഴിയും, പാടാൻ കഴിയും. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്. ഞാൻ ധനികനല്ല അച്ഛാ. താമട്ട, ജീവിതം എന്നാൽ ഈ സ്റ്റാമ്പ് പേപ്പറിലെ സാഹിത്യമല്ല, ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ ധനം. കുട്ടിക്കാലത്ത് അച്ഛൻ നമ്മുടെ ചെവിയിൽ ഓതി തന്ന മന്ത്രങ്ങളില്ലേ, അതിന്റെ അലകളാണ് ഇന്നും എന്റെ ഉള്ളിൽ തിരയടിക്കുന്നത്. വാലരുതി, കഴിഞ്ഞ 14 വർഷങ്ങളായി ഈ വീട്ടിൽ വിളങ്ങി നിന്നിരുന്ന ശാന്തിയും സമാധാനവും ദിവസങ്ങൾ കൊണ്ടല്ലേ ഞാൻ തല്ലി തകർത്തത്. എടുത്തി, ചിറകുമുളച്ച് പറക്കും മുമ്പേ കരിഞ്ഞുപോയ അടുത്തിയുടെ സ്വപ്നങ്ങൾ എനിക്ക് മനസ്സിലാവും. ബാലേട്ടന്റെ മകൻ കണ്ണനുകൂടെ അവകാശപ്പെട്ടതാണ് ഈ സ്വത്ത്. ഇതിനേടത്തിയുടെ കണ്ണീരിന് നനവുണ്ടെന്ന് എനിക്കറിയാം. ചെറിയച്ഛൻ നേടുന്ന എല്ലാ നന്മകളും നിനക്കുള്ളതാണ്. വളർന്ന് മുത്തച്ഛനേക്കാൾ കേമനാവണം. എനിക്ക് കഴിയാതെ പോയത് നിനക്ക് കഴിയണം. ഈ വീടിന് നഷ്ടപ്പെട്ടു പോയ താളം നീ വീണ്ടെടുക്കണം. ദാമോട്ട, ഞാൻ മടങ്ങിപ്പോവാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പാരീസിൽ എന്നെ പ്രതീക്ഷിച്ചാരുമില്ല, എനിക്ക് പ്രതീക്ഷിക്കാനും അവിടെ ആരുമില്ല. എങ്കിലും എനിക്ക് പോയേ പറ്റൂ. ഞാൻ ആരോടും പിണങ്ങിയൊന്നുമല്ല പോകുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാം, എന്നും അമ്മയുടെ സ്ഥലം ബാലർത്തിക്കായിരുന്നില്ലേ. ഇനിയും ഇവിടെ ഈ വീട്ടിൽ സമാധാനത്തിന്റെ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് നിങ്ങളാണ്. പൈതൃകമായ സംഗീത സിദ്ധിയുടെ പ്രാപ്തി, അത് മാത്രം മതി എനിക്ക്. ri
సరి సని సగా మగ మగరి ససా నీ సరి సని రా మర పగరి సని నే మా